ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത പറയട്ടെ. നമ്മൾ കാത്തിരുന്ന RRB NTPC വേക്കൻസി വന്നിരിക്കുകയാണ്. കുറെ അധികം കാലത്തിന് ശേഷമാണ് ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് റെയിൽവേയിൽ ഒരു മാസീവ് റിക്രൂട്ട്മെന്റ് കാലം തന്നെയാണ് ഈ നടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. 2024 എത്രയോ വേക്കൻസികളിലാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇങ്ങനെ തകൃതയായിട്ട് വേക്കൻസികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആയിട്ടുള്ള ഈ ഒരു മേഖല NTPC എന്ന് വിളിക്കുന്നത്. ഈ ഒരു തസ്തികയിലേക്ക് വളരെ സന്തോഷകരമായി തന്നെ എന്ത് വരുന്നു, നോട്ടിഫിക്കേഷൻ വരികയാണ്. 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ്? അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും ഗ്രാജുവേറ്റ് ലെവലിലും നോട്ടിഫിക്കേഷൻ വരികയാണ്. വളരെ വളരെ ഉയർന്ന തസ്തികയിലേക്ക് നിയമനം വരുന്ന ഒരു പോസ്റ്റിങ്ങുകളാണ് ഈ വരുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് വരും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ഏജ് ബാൻഡാണ് ഇതിന് പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഇത് വരാൻ പോകുന്ന ഓപ്പണിംഗ് ആപ്ലിക്കേഷൻ വിൻഡോയിൽ RRBയിൽ ഓപ്പൺ ആകുന്നത് 14/9/2024 ഈ മാസം 14 എന്ത് വരും, ഇതിന്റെ ആപ്ലിക്കേഷന്റെ വിൻഡോ ഓപ്പൺ ആവും. ഇനി ഇതിന്റെ ക്ലോസിംഗ് 13/10/2024 ഇനിയും ഇതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ, അതായത് ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത്രയും തസ്തികകളിലാണ് ഈ ഒരു വേക്കൻസി വരുന്നത്. അതായത് ഏതാണ്ട് 5 തസ്തികകളിലേക്ക് ബിരുദ തലത്തിൽ നിന്ന് നിയമനം നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഓരോന്നിന്റെ പേ സ്കെയിൽ വന്നിട്ട് ഏതാണ്ട് 3500-400 മുതൽ 29,200 വരെ വ്യത്യസ്തങ്ങളായുള്ള തസ്തികയ്ക്ക് പേ സ്കെയിൽ വരുന്നതായിരിക്കും. ഇതിൽ ഓരോ പോസ്റ്റുകളും ഓരോ തസ്തികകളുടെയും പ്രൊമോഷനും സ്കോപ്പും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ മുമ്പിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ്, അതായത് നേരത്തെ 33 വയസ്സായിരുന്നു. കോവിഡിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ 3 വയസ്സിന്റെ എക്സംഷൻ കൂടിയിട്ട് 36 വയസ്സ് വരെ ആയി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല SC ST OBC മുതലായ തസ്തികൾക്ക് 3 വയസ്സിന്റെ ആനുപാതിക വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. 3, 5 എന്നിങ്ങനെ വയസ്സിന്റെ ആനുപാതിക ഇളവ്, അതായത് OBCക്ക് 3 വയസ്സ്, SC STക്ക് 5 വയസ്സ് എന്നിങ്ങനെയുള്ള ഇളവ് ലഭിക്കുന്നതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ കോവിഡിന്റെ ആനുകൂല്യം ലഭിക്കുന്നതുകൊണ്ടാണ്. ഇനി അടുത്തത് RRBയുടെ തന്നെ മറ്റൊരു തസ്തികയാണ്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് ബിരുദമില്ലാതെ +2 മാത്രം യോഗ്യതയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന് അപ്ലൈ ചെയ്യുവാനുള്ള തസ്തിക വരുന്നത് 21/9, അതായത് ഈ 14 തീയതിയാണ് മറ്റേത് വരുന്നതെങ്കിൽ ഇത് 21 തീയതിയുമാണ് വരുന്നത്. 21 തീയതി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. 21/9/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ വരികയും 20/10 ഒക്ടോബർ 20 തീയതി ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പൊ ഈ ഡേറ്റുകളൊന്നും മറക്കണ്ട. ഉടൻ തന്നെ, അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇടാൻ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. ഇനിയും അടുത്തത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് അടുത്തത് ട്രെയിൻ ക്ലർക്കാണ്. ഇത്രയും തസ്തികകളാണ്. ഇതിനെല്ലാം കൂടി 3445 വേക്കൻസിയാണ്. അണ്ടർ ഗ്രാജുവേറ്റ്സ്, അതായത് +2 യോഗ്യതയുള്ളവർക്ക് വന്നിരിക്കുന്നത് 3445 ആണ്. ഇനിയും ഇവിടെ മൊത്തത്തിലുള്ള വേക്കൻസി വന്നിരിക്കുന്നത്, അതായത് ബിരുദതലത്തിലുള്ളവർക്ക് എല്ലാം കൂടെ വന്നിരിക്കുന്നത് 8113 ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇതിലൊക്കെ എന്തുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രായപരിധിയുടെ ഇളവ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ SC ST കാരുടെ സർട്ടിഫിക്കറ്റ്സിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പുതിയൊരെണ്ണം വാങ്ങി വെക്കണം. മറക്കരുത്, ഉടൻ തന്നെ ഒരെണ്ണം മേടിച്ചു വെക്കണം. ഇനി OBC കാർക്കാണെങ്കിൽ അവരുടെ 1 വർഷമേ ഉള്ളൂ വാലിഡിറ്റി. ആ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തഹസിൽദാർ എടുക്കുക. ഇനി ഇതിന് മുമ്പുള്ള റെയിൽവേ എക്സാമിനേഷനോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, പുതിയത് എടുക്കാൻ നിൽക്കണ്ട, പഴയത് വാലിഡ് ആണ്. ഓർത്ത് വെക്കുക, ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ പുതിയത് എടുക്കണ്ട, അത് വാലിഡ് ആണ്. അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനേഷൻ സമാനം തന്നെയാണ്. ഇംഗ്ലീഷ് ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത. സയൻസിന് കുറച്ച് വെയിറ്റേജ് ഉണ്ട്. സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമ്മളത് ഡീറ്റെയിൽ ഒരു സ്റ്റഡിക്ക് വിധേയമാക്കുന്നതായിരിക്കും. അപ്പം ആ വീഡിയോ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് RRB NTPCയുടെ കാര്യമാണ്. അതിന്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. വളരെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ
നമുക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും നിയമനം കിട്ടുമെന്ന് കൂടി നമ്മൾ ഓർക്കണം. CBT 1ഉം CBT 2ഉം കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് കേരളത്തിലെ ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കണം. അതായത് 12th യോഗ്യതയുള്ളവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും രണ്ട് കൂട്ടർക്കും എഴുതാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം അതിന്റെ ആ ഒരു സ്കോപ്പ് നിങ്ങൾ മനസ്സിലാക്കുകയെന്നും കൃത്യമായി പ്രിപ്പറേഷൻ തുടങ്ങുമെന്ന് കരുതുന്നു. ഇനി RRB NTPC ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി അതുമല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട സംശയമാണെങ്കിലും ഒപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം എല്ലാവരും ബന്ധപ്പെടുമെന്നും എല്ലാവരും പ്രിപ്പയർ ചെയ്യുമെന്നും എല്ലാവരും ജോലി കരസ്ഥമാക്കുമെന്നും കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.